നായകളെ റെന്റിന് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു ദിവസത്തെ റേറ്റ്? അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് സംശയം കാണുമല്ലോ, എങ്ങനെയാണ് റേറ്റ് ഒരു ദിവസം? ഒരു ദിവസത്തേക്ക് 280 രൂപയാണ് ഞാൻ വാടക വാങ്ങിക്കുന്നത്. അത് കൂടുതൽ ഒരു മാസത്തോ ആണെങ്കിൽ ഞാൻ കുറച്ച് കൊടുക്കും. അത് 2-3 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കാണെങ്കിൽ 250 റേറ്റ്. നായ്ക്കളെ വേണ്ടാന്നുണ്ടെങ്കിൽ ഡോഗിനെ എന്നെ ഏൽപ്പിക്കുക. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോഗിനെ നല്ല രീതിയിൽ വളർത്തിക്കോളാം ജീവിതകാലം മുഴുവൻ. നിങ്ങൾ ദയവ് ചെയ്ത് റോഡിൽ കൊണ്ട് കളയരുത്. ഇതിൽ ഒരുപാട് പേർ പട്ടി ചത്തുപോയാൽ അടക്കം ചെയ്യാൻ പറ്റുന്നില്ല. 5 സെൻറ്റ് 10 സെൻറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് വില്ല ഇവിടെയൊക്കെ പട്ടി അടക്കം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരെ പട്ടികളെ ഞാൻ അവിടെ പോയി എൻ്റെ മൊബൈൽ യൂണിറ്റ് പോയി എടുത്തുകൊണ്ട് വന്ന് അടക്കം ചെയ്യും. നായകൾക്കായി ജീവിതം മാറ്റിവെച്ചൊരു മനുഷ്യൻ. ഒരുപക്ഷെ തിരുവനന്തപുരം നിവാസികൾക്കും മലയാളികൾക്കൊക്കെ സുപരിചിതനാകും. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. ഓൺലൈൻ വാർത്ത 24/7 കമാൻഡോ സുരേഷ് എന്ന ഒരു മൃഗസ്നേഹിയെ, മനുഷ്യസ്നേഹിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നായകളെ റെന്റിന് നൽകുന്നു എന്നുള്ള ഒരു അത്യപൂർവമായിട്ടുള്ളൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മാത്രമല്ല നായകൾക്കായിട്ട് സുഖചികിത്സ പോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങളൊക്കെ ചോദിക്കും. ചെറുപ്പം മുതലേ നായകളെ സ്നേഹിക്കുന്ന കാര്യം, ഞാൻ എൻ്റെ സ്വദേശം എറണാകുളമാണ്. അന്ന് ഒരു 10-40 വർഷത്തിന് മുമ്പ് എൻ്റെ നൈബറായിരുന്നു ജയറാം പടിക്കൽ സാറ്. ജയറാം പടിക്കൽ സാറിൻ്റെ അവിടെ ഡോഗ്സിനെ കൊണ്ടുവരുന്നു, അതായത് പോലീസിൻ്റെ ഡോഗ്സിനെ. അന്ന് ട്രെയിനിങ് ചെയ്യുന്നതെല്ലാം കണ്ട് പഠിച്ച് എനിക്ക് ഇൻട്രസ്റ്റ് വന്നാണ് ഈ ഫീൽഡിലോട്ട് വന്നത്. കൊണ്ടുപോകുന്നവർ എവിടെയെങ്കിലും പോകുമ്പോൾ എന്നെ ഏൽപ്പിക്കും. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം നോക്കും. അങ്ങനെയാണ് ഈ ഹോസ്റ്റൽ സൗകര്യം എൻ്റെ ഐഡിയയിൽ വന്നത്. അത് ഞാൻ വിപുലപ്പെടുത്തി. ഹോസ്റ്റലാണ് എൻ്റെ തുടക്കം. അതിനുശേഷം പിന്നെ അങ്ങോട്ട് എല്ലാ ഇനം ഡോഗുകളെയും ഞാൻ കൊടുക്കാൻ തുടങ്ങി. എല്ലാ ഇനം ഡോഗ് എന്ന് പറഞ്ഞാൽ ലാബ്രഡോർ, ജർമ്മൻ ഷെപ്പേർഡ്, റോഡ് വീലർ, വിമാനർ, ഐറിസ് സെറ്റർ, കോക്കർ സ്പാനിയൽ, ഡാൽമേഷൻ, പഗ്, പൂഡിൽ, ഡോഗോ അർജൻറ്റീന, കാനി കോർസോ, അഫ്ഗാൻ ഹൗണ്ട്, അങ്ങനെയുള്ള എല്ലാ ഇനം വിദേശനം ബ്രീഡുകളെയും ഞാൻ വിൽക്കാൻ തുടങ്ങി. അതിനുശേഷം സുഖചികിത്സ. ആനകൾക്ക് സുഖചികിത്സ നിങ്ങൾ കേട്ടിട്ടുണ്ട്, മനുഷ്യർക്കും കേട്ടിട്ടുണ്ട്. നായ്ക്കൾക്ക് എന്തുകൊണ്ട് സുഖചികിത്സ ചെയ്തുകൂടെ? കാരണം അവർ ആരോഗ്യസ്ഥിതി 5 വയസ്സ് കഴിഞ്ഞാൽ പല ഡോഗുകളും അവശ നിലയിലാണ്, കുരയ്ക്കുന്നില്ല, ആക്റ്റീവല്ല, വളരെ ക്ഷീണിതനായിട്ടാണ് പല ഡോഗുള്ളത്. അവരെ നമ്മൾ ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒരു 3 വർഷത്തേക്ക് വളരെ ആക്റ്റീവായിട്ട് എടുക്കാം. ആദ്യം ഒരു പത്രത്തിലാണ് വർക്ക് ചെയ്തത്. അത് വാളണ്ടിയർ റിട്ടയർമെൻറ്റ് വാങ്ങിച്ച ശേഷം ഞാൻ പോലീസിലോട്ട് പോയി. അങ്ങനെ പോലീസിൽ കുറച്ചു കാലം വർക്ക് ചെയ്തു. അങ്ങനെ എനിക്ക് ഭാഗ്യത്തിന് കസ്റ്റംസിലോട്ട് കിട്ടി. അങ്ങനെ കസ്റ്റംസിലും എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അതുകൂടാതെ ഞാൻ ഒരു വെറ്ററിനറി അസിസ്റ്റൻറ്റ് ഡയറക്ടർ കൂടെ കുറച്ച് കാലം വർക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളും എനിക്കറിയാം. ഏതൊക്കെ ഡോഗാണ് അങ്ങനെ റെന്റിന് കൊടുക്കുന്നത്? കൂടുതലും എനിക്ക് പോകുന്നത് ചെറിയ, അതായത് ഇണങ്ങുന്ന ഡോഗ്, ലാബ്രഡോർ, പോമറേനിയൻ, ഷിറ്റ്സു, പഗ്, ഇങ്ങനെ ചെറിയ ഇനം ഡോഗുകളാണ് കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. അതാണ് വാടകയ്ക്ക് കൂടുതൽ പോകുന്നത്. പിന്നെ വീട്ടു കാവലിനായിട്ട് എടുക്കുന്നവരുടെ റോഡ് വീലർ, ഗ്രേറ്റ് ഡെയിൻ, ബുൾമാസ്റ്റിഫ്, പിറ്റ്ബുൾ, അതായത് വാച്ചിങ്ങിനായിട്ട് വീട് സേഫ്റ്റി. ചിലർ വീട് മാറിപ്പോകുമ്പോൾ അവരെ എസ്റ്റേറ്റ് നോക്കണം, ഗോഡൗൺ നോക്കണം, അല്ലെങ്കിൽ പന്നി ഫാം നോക്കണം. ഇങ്ങനെയൊക്കെ എസ്റ്റേറ്റ് ഗാർഡിനാണ് ഗാർഡ് ഡോഗായ ഈ ഡോഗുകളെയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ വിളിച്ചാൽ വരിക, ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കുക, കൂട്ടി കയറാൻ പറഞ്ഞ് കയറുക, ഭക്ഷണം നമ്മൾ കൊടുത്താൽ കഴിക്കുക, അങ്ങനെയുള്ളതാണ് ഹൗസ് ഒബീഡിയൻസ്. അതായത് കമ്മ്, സിറ്റ്, ഡൗണ്, ഗോ ഇൻസൈഡ്, ടേക്ക് ഇറ്റ്, ഇങ്ങനെയുള്ള ഫുഡാണ്, ഇങ്ങനെയുള്ള ഒബീഡിയൻസ് ആണ് നമ്മൾ ഹൗസ് ഒബീഡിയൻസ്. പിന്നെ ഓഫീസ് ഒബീഡിയൻസ് ഉണ്ട്. അതായത് ഹൗസ് ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ കമ്മ്, സിറ്റ്, ഡൗണ്, സ്ലീപ്പ്, റോള്, സ്മെല്ല്, അറ്റാക്ക്, ഫെച്ച്, സ്കാള്, ചെയ്സ്, സ്മെല്ല് വർക്ക്. അത് 2 രീതിയിൽ സ്മെല്ല് വർക്ക് നമ്മൾ ചെയ്യാം. ഒഫീഷ്യലായും ചെയ്യാം, ഹൗസിന് വേണ്ട രീതിയിലും നമ്മൾ അങ്ങനെ എല്ലാ ഒബീഡിയൻസും ഞാൻ ചെയ്യുന്നുണ്ട്. ഇത്തരായ സിനിമാ താരങ്ങൾക്കും നായകളെ നൽകിയിട്ടുണ്ട്. ആർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഞാൻ പൃഥ്വിരാജ്, പിന്നെ ജയറാം പടിക്കൽ സാറിന് കൊടുത്തിട്ടുണ്ട്, പിന്നെ രാജസേനൻ സാറിന്, അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ പിന്നെ ഒരുപാട് പേരുണ്ട്. പിന്നെ അവരെയൊക്കെ എടുത്ത് പറയുമ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ പേരെ എടുത്ത് പറയാത്തത്. എന്നാലും ഒരുവിധം ഇപ്പം ലാസ്റ്റ് കൊടുത്തേക്കുന്നത് ആനി മാഡം, നമ്മൾ ഷാജി കൈലാസ് സാറിന് ആനി മാഡം. ആ ആനി മാഡത്തിൻ്റെ ഡോഗിന് ഞാൻ കഴിഞ്ഞ ആഴ്ചയും പോകും. ഇതിപ്പോൾ അവർ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. ആനി മാഡത്തിൻ്റെ ഡോഗിനെ ഞാൻ പോയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആനി മാഡം വിളിക്കുന്നുണ്ട്. അതുപോലെ പ്രഗത്ഭരായ രാഷ്ട്രീയക്കാർ, അതുപോലെ ശ്രീജിത്ത് സാറിൻ്റെ, നമ്മുടെ ഇപ്പോഴത്തെ DGP ശ്രീജിത്ത് സാറിൻ്റെ ഡോഗിനെ പോലീസ് ഓഫീസർമാർ, അങ്ങനെ ഒരുപാട് VIP ആൾക്കാർക്ക് ഞാൻ ഡോഗിനെ നോക്കുന്നുണ്ട്. മുമ്പോട്ട് നോക്കാൻ കഴിയാത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള നായകളെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് നായ്ക്കളെ വേണ്ടാന്നുണ്ടെങ്കിൽ ഡോഗിനെ എന്നെ ഏൽപ്പിക്കുക. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോഗിനെ നല്ല രീതിയിൽ വളർത്തിക്കോളാം ജീവിതകാലം മുഴുവൻ. നിങ്ങൾ ദയവ് ചെയ്ത് റോഡിൽ കൊണ്ട് കളയരുത്. ഏത് ഡോഗിനെയാണ് ഞാൻ എടുത്ത് ജീവിതകാലം മുഴുവൻ വളർത്തിക്കോളാം. അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഡോക്ടർമാർ സഹായിക്കുന്നുണ്ട്. അത് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിന് ശേഷം ഈ നായ്ക്കളെ വേണമെങ്കിൽ ഞാൻ സൗജന്യമായിട്ട് ആർക്ക് വേണമെങ്കിലും ഞാൻ ഡോഗിനെ കൊടുക്കാം. ഈ കുട്ടികൾക്ക് ഐസ്ക്രീം മാതിരിയാണ് ഡോഗുകൾക്ക് ലിവർ.
നിങ്ങളുടെ ഡോഗ് ഭക്ഷണം കഴിക്കാൻ മടിയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ലിവർ കൊടുത്തു നോക്കൂ. ലിവർ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഡോഗും കഴിക്കും. ഇപ്പോൾ സുഖമില്ലാത്ത ഡോഗിന് ഭക്ഷണം കഴിക്കാൻ മടിയാണ്, വേറെ എന്തെങ്കിലും പ്രശ്നം, ലിവർ കൊടുത്താൽ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കുട്ടികൾക്ക് ഐസ്ക്രീം എങ്ങനെയാണ് താല്പര്യം അതേപോലെയാണ് ഡോഗുകൾക്ക് ലിവർ. പിന്നെ ഡോഗ് ഫുഡ് കൊടുക്കുന്നത് നല്ലതാണ്, പ്രോട്ടീനും വൈറ്റമിനൊക്കെ ഉള്ളതുകൊണ്ട് ഡോഗ് ഫുഡ് കൊടുക്കാം. അതിനുശേഷം ഇറച്ചിയും ചോറ്, മീനും ചോറ്, മുട്ടയും ചോറ് അങ്ങനെയൊക്കെയാണ്. പിന്നെ വെജിറ്റേറിയൻ ആയിട്ടും ഡോഗിനെ നമുക്ക് വളർത്താം. അത് നമ്മളാണ് തീരുമാനിക്കുന്നത് ഒരു ഡോഗിനെ ഏത് രീതിയിൽ വളർത്തണമെന്നുള്ളത്.